എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഒരു കൂട്ടം ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. തേങ്കൽ ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, ഒപ്പം 22, 23, 24 3 സ്ഥാനാർത്ഥികളെ നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം എങ്ങനെയുണ്ട് ഈ ഇലക്ഷൻ പ്രചരണ പരിപാടി. ആദ്യം നമുക്ക് 22-ാം വാർഡ് ഭൂപതിയിലേക്ക് പോകുന്നു. ഭൂപതി രാജ പറഞ്ഞു. എൻ്റെ പേര് ഭൂപതി രാജ്. ഞാൻ വന്ന് മ്ലാമല എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയാണ്. ഈ 2025 വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സര രംഗത്തുണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാ വോട്ടർമാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ മ്ലാമല 22-ാം വാർഡെന്ന് വച്ചാൽ കാർഷിക മേഖലയും തോട്ടമേഖലയുമാണ് അവിടെ ഉള്ളത്. അതുമല്ലാതെ 3 കോളനികളുണ്ട്. അംബേദ്കർ കോളനി, ശ്രീകൃഷ്ണപുരം കോളനി, ചന്ദ്രവാനം ഭാഗത്ത് ഒരു കോളനിയും കൂടെ ഉണ്ട്. അപ്പം ഞാൻ മത്സര രംഗത്ത് വന്നത് അവിടെ തന്നെയാണ് ഞാൻ ജനിച്ച് വളർന്നതും. അവിടുത്തെ പ്രദേശത്തിൽ എല്ലാ വിഷയങ്ങളിലും ഞാൻ പങ്കെടുക്കുന്നതുകൊണ്ട് അവിടെ കയറി ഇറങ്ങാതെ സ്ഥലങ്ങൾ ഒന്നുമില്ല. അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കി അവിടുത്തെ ജനങ്ങൾക്ക് നല്ല ഒരു വികസന പ്രവർത്തനം നടത്താനും കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഈ അവസരത്തിൽ അത് ഞാൻ പറയുന്നില്ല. ഇരുന്നാലും ഈ കോളനികളിൽ ഒത്തിരി രൂക്ഷം കുടിവെള്ള പ്രശ്നമാണ്. അതും അല്ലാതെ മ്ലാമലയിൽ ഫാത്തിമ ഹൈസ്കൂൾ മറ്റും സ്കൂളുകളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ സംസ്ഥാന തലത്തിലും നാഷണൽ തലത്തിലും കബഡി ടൂർണമെൻറ്റ് ഒത്തിരി പരിപാടികളിൽ പങ്കെടുത്ത് വിജയിച്ച പിള്ളേരുണ്ട്. അവർക്ക് ഒരു നല്ല ഗ്രൗണ്ട് പോലും ഇത്ര നാളും LDFും UDFും ഭരിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത് നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അവിടെ ആ ഗ്രൗണ്ട് കിട്ടിയിട്ടില്ല. ഇന്നും നാടിൻ്റെ അഭിമാനമായി പിള്ളേർ ഒത്തിരി പേരുണ്ട്. അവരെ ഒരു അഭിനന്ദിക്കാൻ കൂടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതുവരെ വന്നിട്ടില്ല. അത് ഞാൻ കളിച്ച് വളർന്ന ആ ഗ്രൗണ്ടിന് അത് നല്ല ഒരു രീതിയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സര രംഗത്തിരുന്ന് വിജയിച്ച് വന്നാൽ അവർക്ക് ആദ്യമായിട്ട് ഞങ്ങളുടെ ചെറുപ്പക്കാരായ പിള്ളേർക്ക് ഒരു ഗ്രൗണ്ട് എൻ്റെ പാർട്ടി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഗ്രൗണ്ട് ഞാൻ ശരിയാക്കി കൊടുക്കുമെന്ന് ഈ അവസരത്തിൽ പറയുന്നു. അതുമാത്രമല്ലാതെ കൃഷ്ണപുരം കോളനി, അംബേദ്കർ കോളനി, ഇങ്ങനെ നിരവധി കോളനികളുണ്ട്. ആ കോളനികളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായി. വരുന്ന പഞ്ചായത്തിൽ കുടിവെള്ളം കൊടുക്കുന്നുണ്ടായാലും അത് ഇതുവരെയും പരിപൂർണമായിട്ട് ഒരു വീടുകളിലും എത്തിച്ചേരുന്നില്ല. അത് ആദ്യമായിട്ട് അതൊന്ന് പരിഹരിച്ച് കിട്ടണം. അതും മാത്രമല്ലാതെ തോട്ടം തൊഴിലാളികൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടുള്ളതാണ്. ശമ്പളമായാലും ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അവർ തോട്ടം ഉടമകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ വന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇടപെട്ട് നല്ല ടൂറിസം പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഒരു ഊന്നൽ നൽകണം. അതിന് നമ്മുടെ BJP എന്ന നിലയിൽ ഞാൻ മത്സരിച്ച് ആ വാർഡിൽ വിജയിച്ചാൽ ഒരു നിവേദനം എല്ലാ തോട്ടം തൊഴിലാളികളുടെ അടുത്തു നിന്നും നിവേദനം നൽകി ആ ഒരു ഇതും പരിഹരിക്കും. അതുമാത്രമല്ലാതെ കീരിക്കര എൻ്റെ വാർഡിൽ എല്ലാ ജാതി മതങ്ങളിലും ഉള്ള ആൾക്കാരാണ് കൂടുതൽ. ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഹിന്ദുവായാലും എല്ലാവരും അവിടെയുണ്ട്. അവരെയെല്ലാം ഞാൻ ഒരു മനുഷ്യനായി നിന്ന് അവരെയെല്ലാം എന്നോട് ചേർത്ത് പിടിച്ച് ആ നാടിൻ്റെ വികസനത്തിന് ഞാൻ എപ്പോൾ വിളിച്ചാലും അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുന്നു. അതേപോലെ ചന്ദ്രവാനം തൊട്ട് മ്ലാമല വരെ മുല്ലപ്പെരിയാറിൻ്റെ ഒരു വിഷയമുണ്ട്. ആ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം എപ്പോൾ മഴ വന്നാലും ആ മഴക്കാലങ്ങളിൽ എല്ലാവരുടെ വീടുകളിലും വെള്ളം കയറുന്നുണ്ട്. ആ വെള്ളം കയറുന്നതിൽ ഇവിടുത്തെ ഫണ്ട് കൊണ്ട് അവർക്ക് ഒരു വെള്ളം കയറാത്ത രീതിയിൽ ഒരു പണി പൂർത്തീകരിക്കാൻ ഇതുവരെയും ഒരു സർക്കാരെ കൊണ്ടും പറ്റിയില്ല. ഞാൻ ഇവിടെ മത്സരിച്ച് വിജയിച്ച് വന്നാൽ എൻ്റെ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനോട് ഇവിടെ ഒരു MP അല്ലാതെ 3 MPമാർ നമുക്ക് കേരളത്തിലിരുന്നുകൊണ്ട് അവരുടെ അടുത്ത് ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു ഒപ്പ് ശേഖരിച്ച് അവർക്ക് ഒരു നിവേദനം കൊടുത്ത് അതിലൊരു പരിഹാരം ഉണ്ടാക്കി എൻ്റെ ജനങ്ങളെ ആ ദുരിതത്തിലിരുന്ന് കരകയറ്റാൻ മാത്രം എനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട്. അത് മാത്രമല്ല ഒരു കാര്യം കൂടെ. അപ്പോൾ അതിനകത്ത്
നമ്മൾ ഭൂപതി ശരിക്കും പറഞ്ഞാൽ CPI നിന്നും ഇങ്ങോട്ട് വന്ന ആളാണ്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? CPIL എന്ന് പറഞ്ഞാൽ ഞാൻ 25 വർഷക്കാലമായിട്ട് CPIയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. MLA എന്ന് പറഞ്ഞാൽ എൻ്റെ വാർഡ് സോമനാണ് എൻ്റെ നേതാവ്. വേറെ ആരുമില്ല. എൻ്റെ നേതാവ് വാർഡ് സോമനാണ് എൻ്റെ നേതാവ്, എൻ്റെ ദൈവം എന്നുകൂടെ പറയാം. ആ നേതാവ് ഇവിടെ ഉള്ള കാലം വരെ നമ്മൾ ഈ റോഡിൻ്റെ ഈ മ്ലാമല തേങ്ങാക്കല്ല് തൊട്ട് മ്ലാമല വരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞാലും ആ റോഡ് ഞാൻ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ MLAയുടെ വോട്ട് ചോദിക്കാൻ പോയപ്പോഴും ആ റോഡ് നന്നാക്കി കൊടുത്താൽ സഖാവെ നമ്മൾ ഈ നമുക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ കൂടെ നിന്നതാണ്. ആ സഖാവ് അത് ഇത് പരിഹരിച്ചു തന്നു. ஆனால் അവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ വാഴു സോമനെ അല്ലാതെ മറ്റേ നേതാക്കന്മാർ എന്നെ ഒരു മനുഷ്യനായിട്ട് കൂടെ അവർ അംഗീകരിച്ചിട്ടില്ല. അതുമില്ലാതെ തോട്ടങ്ങളിൽ പ്രശ്നങ്ങൾ നിരവധി വന്നു പോയിട്ടുണ്ട്. ആ സമയത്തിൽ നമ്മുടെ കൂടെ നിൽക്കാതെ അവർ എന്നെ പുറം തള്ളിയത് കാരണം കൊണ്ടാണ് ഞാൻ ആ പാർട്ടിയിലിരുന്ന് രാജിവെച്ച് കേന്ദ്രം ഭരിക്കുന്ന BJPയിലോട്ട് ചേർന്നത്. അപ്പോൾ എന്തായാലും ഒരു അവഗണനയിൽ പ്രതിഷേധിച്ച് തന്നെയാണ് ഭൂപതി രാജ BJPയിലെത്തിക്കുന്നത്, ദേശീയതയിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും വളരെ നല്ല കാര്യം തന്നെ എന്ന് പറയാം. എന്തായാലും നമുക്ക് ഇപ്പം ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന ബിനോയ് ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ് ചേട്ടൻ എങ്ങനെയുണ്ട്? വർക്കുകളൊക്കെ എങ്ങനെ പോകുന്നു? വർക്കുകളൊക്കെ നന്നായി പോകുന്നു. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ തേങ്ങാക്കൽ ഡിവിഷനിൽ 7 വാർഡാണുള്ളത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൻ്റെ 23ഉം 24ഉം, പിന്നെ മൂങ്കലാർ 1, 2, 3, 4, 5 അങ്ങനെ മഞ്ചുമല ചൊരക്കുളം എസ്റ്റേറ്റ് വരെയാണ് എൻ്റെ വാർഡ്, എൻ്റെ ഡിവിഷനിലുള്ള വാർഡ്. പക്ഷേ ഞാൻ എല്ലാ മേഖലകളിലും എനിക്ക് മിനിഞ്ഞാന്നാണ് നോമിനേഷൻ്റെ ഇത് പൂർത്തിയായത്. പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാ മേഖലയിലും കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ വഴിയുടെ കാര്യങ്ങളും ഇതൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ചെന്ന ഇങ്ങനെ ഇറങ്ങി ഞാൻ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന, എൻ്റെ പേര് ബിനോയിയാണ്, ഞാൻ തേങ്ങാക്കൽ ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവരെന്നോട് ചോദിക്കുന്നത്, ഇപ്പം നമ്മുടെ ബ്ലോക്ക് മെമ്പർ ആരാണെന്നാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ആരാണെന്ന്. അപ്പം CPIയിൽ നിന്നും ജയിച്ചു വന്ന മാലതി എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണെന്ന് 1-2 പേര് പറഞ്ഞു. ബാക്കി മുഴുവൻ വോട്ടർമാരും 8000-ന് മുകളിൽ വോട്ടർമാരുള്ള അതിലൊരു 3-4 പേരോ പറഞ്ഞിട്ടുള്ളൂ നമുക്കിപ്പം വന്നിരിക്കുന്ന മെമ്പർ, ഇതിന് മുമ്പ് ഇരുന്ന 5 വർഷം കാലം ഇരുന്ന മെമ്പർ ഇന്നയാളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വേറെ ആർക്കും മെമ്പറെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ ഇലക്ഷൻ വരുന്നു, അവർ വോട്ട് വാങ്ങിക്കുന്നു, പോകുന്നു. ഈ ജനങ്ങൾ എങ്ങനെയാണ്, എവിടെയാണ്, ഈ സ്ഥലങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നൊന്നും ആർക്കും അറിയത്തില്ല. ഈ മെമ്പർക്ക് അറിയത്തില്ല, മെമ്പറേയും അറിയത്തില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ കന്നിയായിട്ടാണ് നിൽക്കുന്നത്. എന്നെ BJP ഇങ്ങനെ നമുക്ക് ബ്ലോക്കിലേക്ക് നിൽക്കണമെന്ന് പറഞ്ഞു. പോയ സ്ഥലങ്ങളിലെല്ലാം അവരുടെ ദുരിതങ്ങളും കാര്യങ്ങളും പറയുന്നു. ഇതുപോലെ തന്നെ വികസനങ്ങൾ ഒന്നും തന്നെ ആ മേഖലയിൽ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ നമ്മൾ മൊത്തത്തിലെന്ന് പറഞ്ഞാൽ 7 വാർഡിലും ഞാൻ 3-4 ദിവസം കൊണ്ട് ചുറ്റിക്കറങ്ങി. ഇപ്പം ഞാൻ 23-ാം വാർഡിൽ ഇന്നലെ കയറി. ഇന്ന് 24-ാം വാർഡിൽ കൂടെ നടക്കുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ മുൻ മെമ്പർ ആരാണെന്ന് വെച്ചാൽ എല്ലാവരും എന്നൊരക്ഷരത്തിലാണ് പറയുന്നത്. മെമ്പർ ആരാണെന്ന് ആർക്കും അറിയത്തില്ല. വികസനങ്ങളൊന്നും ഇതിലെ കൊണ്ടുവന്നിട്ടില്ല. ബ്ലോക്കിൽ ഫണ്ടുകളുണ്ട്, എല്ലാ സംഭവമുണ്ട്. എന്താണ് അവർ ചെയ്തതെന്നറിയത്തില്ല. അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവർ ഈ പ്രാവശ്യം ഞങ്ങൾ ജനങ്ങളെല്ലാം മാറി ചിന്തിച്ചുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ച് നമ്മുടെ പഞ്ചായത്തും നമ്മുടെ സംസ്ഥാനത്തിനെയും ഇങ്ങനെ താറുമാറാക്കിയ ഈ അവസരത്തിൽ മുഴുവൻ ജനങ്ങളും പറയുന്നത് ഈ പ്രാവശ്യം താമരക്കോട്ടിടും. കാരണം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന എല്ലാ വികസന പദ്ധതികളും TV-യിൽ കൂടെയും മൊബൈലിൽ കൂടെയും അന്നന്ന് അതാത് നിമിഷങ്ങളിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ അങ്ങോട്ട് ചെന്ന് എനിക്ക് വോട്ടിടണം, നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നതിനിപ്പുറം തന്നെ അവിടെ നിന്നും പൊതുജനങ്ങൾ എന്നോട് പറയണം, നമ്മുടെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി ലോക നേതാവെന്ന് പറയുന്ന നരേന്ദ്രമോദി ചെയ്യുന്ന എല്ലാ വികസന പദ്ധതികളും നമ്മുടെ കേരളത്തിലും വരണം. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ നിങ്ങളുടെ നില നമ്മുടെ സ്ഥാനാർത്ഥിമാർ BJPക്ക്, ജില്ലയ്ക്കും ബ്ലോക്കിനും വാർഡിനും BJPക്ക് മാത്രമേ ഞങ്ങൾ വോട്ടിടുകയുള്ളൂ എന്ന് എല്ലാവരും അതിശക്തമായിട്ട് കരഞ്ഞുകൊണ്ട് വരെ പറയുന്ന അവസ്ഥയിലേക്ക് ഞാൻ ഇന്നലെ വരെ ജനങ്ങളെ കണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ അഴിമതിക്കെതിരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് BJP അധികാരത്തിൽ വരുവാൻ വേണ്ടി എല്ലാവരും വോട്ടിടണമെന്ന് വിനയമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ പാർട്ടിക്കാരും പറയുന്നത് പോലെ നമ്മൾ ജയിച്ചു വന്നാൽ ഇന്നത് ചെയ്യാമെന്ന് ഞങ്ങൾ ആരോടും പറയുകയില്ല. കാരണം ജയിച്ചു വന്നു കഴിഞ്ഞാൽ
കേന്ദ്രത്തിൽ ഇതെല്ലാം ഇവിടുത്തെ എല്ലാ മേഖലകളിലെയും കിടക്കുന്ന പിന്നോക്കമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലെ വികസനങ്ങളുടെ ഞങ്ങളൊരു കുറ്റപത്രം പോലെ തയ്യാറാക്കി ഇത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ മുന്നോട്ട് ഇറങ്ങും. ഇത് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത്, ഉറപ്പ് തരികയാണ്. അപ്പോൾ എന്തായാലും ബിനോയ് ചേട്ടന് കന്നി അംഗത്തിനാണ് ഇറങ്ങുന്നല്ലേ? അതെ. അപ്പം സ്വാമിയാണ്, കന്നിസ്വാമിയാണ്. കന്നിസ്വാമി അല്ല 14 വർഷം ശബരിമലയ്ക്ക് പോയ ആളാണ്. ഇത് 14 വർഷത്തെ ശബരിമലയ്ക്ക് പോയ വ്യക്തിയാണ്. പക്ഷേ സ്ഥാനാർത്ഥി വരുമ്പോഴത്തേനും കന്നിയായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പം നമ്മുടെ 23-ാം വാർഡിൽ അല്ലേ? 23-ാം വാർഡിൽ. എൻ്റെ പേര് സുബലക്ഷ്മിയാണ്. ഞാൻ പള്ളിക്കട ഡിവിഷനിലായിട്ട് ഞാൻ AVTയിലെ പേക്കാന എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയും കൂടിയാണ്. പിന്നെ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ പറയാനില്ല. ജയിച്ച് വന്നാൽ ഞങ്ങളുടെ പരിധിയിൽ പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വരാനായിട്ട് ഞങ്ങളാൽ പറ്റിയ ഒരു സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിച്ച് അത് ഈ നാട്ടിന് വികസനത്തിന് വേണ്ടി കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം. എങ്ങനെയുണ്ട് വർക്കൊക്കെ? എങ്ങനെയുണ്ട് ഇപ്പം ആളുകളുടെ അടുത്ത് പോകുമ്പോഴത്തേനും BJPയെ സംബന്ധിച്ച്? BJPയെ സംബന്ധിച്ച് ആരും അവഗണന ഒന്നും പറയുന്നില്ല. നല്ലൊരു കാര്യങ്ങളാണ് പറയുന്നത്. ഒരു പുതിയതായിട്ട് വരട്ടെ, നമുക്ക് പുതിയ സ്ഥാനാർത്ഥികൾ വരട്ടെ, നമ്മുടെ കേന്ദ്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കും വരട്ടെ, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കിട്ടാവുന്ന അത്രയും ഇവിടെയും കിട്ടട്ടെ എന്നൊക്കെ ഉള്ള അഭിപ്രായം, നല്ല അഭിപ്രായങ്ങളാണ് കിട്ടുന്നത്. എതിർ സ്ഥാനാർത്ഥികൾ ഒരാൾ നേരത്തെ നിന്ന് മത്സരിച്ച വ്യക്തിയാണ് നമ്മുടെ ഗീത നേശയൻ. പിന്നെ മറ്റൊരു ഒരു പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. അവരെക്കുറിച്ചുള്ള എങ്ങനെയാണ്? അപ്പോൾ അവരുമായിട്ട് നമുക്ക് കടപിടിക്കാൻ പറ്റുമോ? അത് ജനങ്ങൾ തീരുമാനിക്കും, അത്രയേ ഉള്ളൂ. അപ്പം ജനങ്ങൾ തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. 23-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. 24-ാം വാർഡിലെ 24-ാം വാർഡിൽ ലക്ഷ്മിയാണ് ഞാൻ. തേങ്ങക്കൽ വാർഡ് BJP സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് എന്നാ വികസനം മക്കൾക്ക് വേണ്ടിയിട്ട് എന്നാ ചെയ്യണോ നമുക്ക് അതിനുള്ള പദ്ധതി നമുക്ക് ജയിച്ച് വന്നാൽ ചെയ്യും. അതുപോലെ മക്കൾക്ക് കുടിവെള്ളം, റോഡ്, ഇത് തന്നെ അവർക്കുള്ള ബാധ്യത. നമ്മൾ പോകുമ്പോൾ നല്ല അഭിപ്രായങ്ങളാണ് കിട്ടുന്നത്. അതുകൊണ്ട് മക്കൾ തീരുമാനിച്ചിട്ട് നമ്മളെ ജയിപ്പിച്ച് വിടുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒത്തിരി വികസനങ്ങളുണ്ട്. ആ വികസനം തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന വികസനം മക്കൾക്ക് തന്നെ അത് കൊടുത്ത് നമ്മൾ അത് ചെയ്യിപ്പിക്കണം. ഒത്തിരി വയ്യാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അതുപോലെ നല്ല പിള്ളേർ പഠിക്കാനുള്ള ഇതും എല്ലാം കൂടെ ആയിട്ട് നല്ല പദ്ധതികൾ നമുക്ക് വെളി കൊണ്ടുവന്ന് കേന്ദ്ര സർക്കാർ ഇത്ര ഫണ്ടുകളുണ്ട്, അതൊക്കെ നമുക്ക് വിനിയോഗം ചെയ്ത് മക്കളൊന്നും അത് ഞങ്ങൾ ഈ പ്രാവശ്യം നിൽക്കുന്ന BJPയിൽ നിൽക്കുന്ന എല്ലാ വോട്ടർമാരെയും ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുക. അപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് BJP സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ കൂടി നേർന്നുകൊണ്ട് വണ്ടിപ്പെരിയാറിൽ നിന്നും ജിക്കോ വളപ്പിൽ VR വിജയനൊപ്പം.